കുത്തൊടുക്ക്. ആ അങ്ങോട്ട് അന്നെ കൊണ്ടോട്ടെ. അല്ല അന്നെ ഓട്ടോല് കൊണ്ടോട്ടെ. ചി പറ ഞങ്ങളോട് നടന്നോട് പറ. എന്നിട്ട് ഓൾ ഇവിടെ കൂടി നടക്കുക. അഞ്ചാമത്തെ സാധനം തന്നത് തല പോയത്. ഹലോ ഹാഡിയസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ്. ഇവിടെ ഇമ്മ ഒന്നുമില്ല. നമ്മൾ ഒരു 8, 10, 12, 1 മണിയാ അല്ലേ കുട്ടികളെ 1 മണിക്ക് നമ്മൾ സിറ്റൗട്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷെബിന് വന്ന ശേഷം പുതിയ തുടങ്ങിയ ഷെബിനെ ഞങ്ങൾ ദുഷീല മുഴുവൻ വെട്ടിക്കുന്നു. ഞങ്ങൾ സിറ്റൗട്ടി നല്ല ശീലം ആണോ? ഞങ്ങൾ സിറ്റൗട്ടി വന്നിരിക്കാനേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഷെബിന് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അകത്തിരുന്ന ചൂടും പോകുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിറ്റൗട്ടി വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ടേബിൾ ഫാനും വെക്കും. എന്നിട്ട് നല്ല ശീലമാണോ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ സിറ്റൗട്ടി ഇരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ജോലി കഴിഞ്ഞാൽ ഈ സിറ്റൗട്ടി തന്നെയാണ് ഞങ്ങൾ രാത്രി 10-12 മണി വരെ നമ്മൾ സിറ്റൗട്ടി തന്നെ ഇരിക്കും. അല്ല കുഞ്ഞുങ്ങളെ, ഇവിടെ നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഓക്കെ യൂണോകാട കളിക്കുന്നത് ഷീറ്റ് കളിക്കല്ല കേട്ടോ. അപ്പോൾ ഇവരിതൊക്കെ കളിക്കുന്നു. ഞാൻ പിന്നെ എനിക്ക് ഇന്നുകൊണ്ട് ബർത്ത്ഡേ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്താലോട് നാളെ ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നുകൊണ്ട് ബർത്ത്ഡേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്. നമ്മൾ ഇന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഒക്കെ വെച്ചുണ്ടാക്കിയിട്ട് ഇവിടെ നമുക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. അല്ലല്ലോ ഉമ്മ ഇന്നലെ പോയാൽ ഇപ്പം ഉണ്ട്. പക്ഷെ ഇപ്പം ചോദിക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ അമ്മ കേട്ടാ പറ്റിയാവും. ഞങ്ങളാണെങ്കിൽ ആടിപ്പാടുന്ന കാണാം. പിന്നെ ഇപ്പം പിന്നെ എല്ലാവരും നല്ല കളി നീരെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ അങ്ങനെ ആയിട്ട് ഇരുന്നാൽ മതി. പിന്നെ ഇപ്പം അങ്ങനെയൊന്നും പിന്നെ അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും ഇരുന്നിട്ട് ഷീറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഷീറ്റല്ല യൂണോക്കാർഡ്, സോറി. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. കുറച്ച് കാലമായിട്ട് എന്തോ എനിക്ക് ഇങ്ങനത്തെ കളികളോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ അതിലൊന്നും പങ്കെടുക്കാറില്ല. തള്ളവൈബ് തുടങ്ങി തോന്നുന്നു. എനിക്ക് നല്ല ചുമണ്ട് കേട്ടോ. അമ്മ വന്നിട്ടുണ്ട്. അമ്മ വരുമ്പോൾ കുറച്ച് വിക്സ് മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഷെബിന് വരണം ബിരിയാണി വിളമ്പാൻ. അപ്പോൾ ഗായ്സ്, ബിരിയാണി വിളമ്പാനുള്ള ആളെത്തിയിട്ടുണ്ട്. ഞാൻ ബിരിയാണി വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ബിരിയാണി വിളമ്പാൻ ഷെബിനാക്ക് മാത്രമേ സാധിക്കൂ. പാത്രമൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിളമ്പേണ്ട ജോലി മാത്രമേ ഉള്ളേ. എനിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ കാൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കാല് ഞാൻ സ്പെഷ്യലായിട്ട് വെട്ടാതെ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. മമ്മ എന്താ ചെയ്യണേ? ഞാൻ വെള്ളം എടുത്തു. നമ്മുടെ വീട്ടിലെ മറ്റേ ഫുഡ് എടുക്കുമ്പോൾ വെള്ളം ഞാനാണ് എടുത്തത്. കാരണം ഗ്ലാസ്സൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം ഞാനാണ് സാധാരണ പട്ടമ്പിയിലാണെങ്കിലും ഇവിടെ ഇടയിലൊക്കെ എടുക്കുക. ഞാൻ മാത്രമേ ഗ്ലാസ് കഴുകുള്ളൂ. ഓ ഇല്ല, നമ്മളൊന്നും കഴുകാതെയുള്ള കഴിക്കാറില്ല. ഇല്ല. അപ്പൊ എല്ലാവരും കഴിക്കണേ മുന്നേ ടേസ്റ്റ് ഒന്ന് അമ്മനൊന്ന് കഴിച്ചു നോക്കി വെക്കണം. എന്താ മമ്മി വിചാരം? നമുക്കിപ്പോ ഒന്ന് തോന്നണ എനിക്ക് തൂക്കുവത്തത്തിൽ തണുത്ത വെള്ളം കാണുമ്പോഴേക്കും എന്താ വരുന്നറിയോ? പണ്ട് നോമ്പ് കാലത്ത് ഇങ്ങനെ ഫ്രിഡ്ജിലെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂക്കുവാതത്തിൽ വെള്ളം വെക്കും. എന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ തൂക്കുവാത്രത്ത് കൊണ്ടുവരും. ആ ഓർമ്മ എനിക്ക് തൂക്കുവാത്രത്തിൽ തണുത്ത വെള്ളം വെക്കുമ്പോൾ ഓർമ്മ വരും. നമ്മള് ബിരിയാണിക്ക് കോമ്പിനേഷൻ നമ്മള് സാധാരണ നാരങ്ങച്ചാറാണ്. നമുക്ക് മാങ്ങച്ചാറുണ്ടോ? വെറും മാങ്ങച്ചാറല്ല. രാവിലെ സൈനത്ത് ഞങ്ങൾ തൊട്ടടുത്ത് വീട്ടിലത്തെ സൈനത്ത് തന്ന മാങ്ങച്ചാർ. അത് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇവിടെ ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി മൂന്നാക്കപ്പള്ളിക്ക് പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങുന്ന ഒരു ബഹളമാണ് കേൾക്കാനുള്ളത്. ചിലരൊക്കെ ഒരുങ്ങിക്കണ്, ചിലർ ഒരുങ്ങിയിട്ടില്ല, വീട് അടച്ചിട്ടില്ല. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇനിമളെ തിരിഞ്ഞങ്ങോട്ട് ആരും സ്കൂട്ടി പോയില്ല. എടി ഷെബിനെ കഴിഞ്ഞോ? ഞങ്ങൾ നടന്നിട്ട് കാര്യം ഓട്ടോ അന്നെ കൊണ്ടോട്ടെ. അല്ല അന്നെ ഓട്ടോയിൽ കൊണ്ടോട്ടെ. ചി പറ ഞങ്ങളോട് നടന്നോട് പറ. എന്നിട്ട് ഓൾ ഇവിടെ കൂടി നടക്കുക. ഇങ്ങ പോകേ. അങ്ങനെ ഒരുവിധം എല്ലാവരും പെറുക്കി കൂട്ടി ഓട്ടോയിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു കുറച്ച് ദൂരമുള്ളൂ. അത് കാരണം എല്ലാവരും ഇവിടെ കുത്തി തിരികിട്ടാണ് ഓട്ടോയിൽ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളി എത്തിയിട്ടുണ്ട്. നമ്മൾ
അരി കൊടുക്കാൻ പ്രത്യേകിച്ച് നേർച്ച കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കൊന്നും ഇവിടെ വന്നിട്ടൊരു യാസീൻ ഓതുന്നത് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ അമ്മച്ചി എപ്പോഴും പറയും അനക്ക് ഇടയ്ക്ക് പള്ളിക്കൊന്ന് പോയിക്കൂടെ എന്ന് പറയും. അമ്മച്ചിക്ക് ഇവിടുത്തെ മൂന്നാക്ക് പള്ളി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ പള്ളിയിൽ വന്നിട്ടൊരു യാസീനൊക്കെ ഓതാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഗൈസ് എനിക്ക് കുഞ്ഞിടാൻ ആരുമില്ല ഗൈസ്, ആരും കുഞ്ഞിടാനില്ല. സമാധാനമായോ? കിട്ടിയോ? ഈ പള്ളി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. ഇതാണ് മൂന്നാക്ക പള്ളി കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ അരിയാണ് നേർച്ചയായിട്ട് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി നേർച്ചയായിട്ട് കൊടുക്കും. അങ്ങനെ ഇവിടെ അരി ഒരുപാട് കൂടുതലാവുമ്പോൾ ഈ മഹലിലുള്ളവർക്കും പിന്നെ പാവപ്പെട്ടവർക്കും, അത് ഹിന്ദു മുസ്ലിം ഒന്നും നോക്കാതെ അരി സൗജന്യമായിട്ട് കൊടുക്കും കേട്ടോ. അതാണ് ഈ പള്ളീൻ്റെ പ്രത്യേകത. നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നടന്നിട്ടാണ് എപ്പോഴും വരിക കേട്ടോ. നടന്നു വന്നിട്ട് ഈ കടയിൽ കയറിയിട്ട് എല്ലാവരും ഒരു ജ്യൂസും വാങ്ങിക്കും. എന്നിട്ട് മടങ്ങി വരുമ്പോൾ നടക്കാന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ടീലോയോ? ഭയങ്കര ഇഷ്ടം ടീലോ. ദാഹിക്കുമ്പോൾ ടീലോ കുടിക്കാണ്ടല്ലോ. മമ്മക്കൊന്നും വേണ്ടേ? ഇഷ്ടമില്ല മാങ്ങ വെള്ളമൊക്കെ ഇഷ്ടമില്ല. എനിക്കല്ല ഇഷ്ടം മാങ്ങ വെള്ളം, ടീലോ ഇഷ്ടമല്ല. ഞാൻ കടയിലിരിക്കുമ്പോഴേ ആ ദാഹം വരുമ്പോൾ ഞാൻ വെള്ളത്തിൽ പോയി പോയി തരിപ്പുവെള്ളം മേടിച്ചോണ്ടിരുന്നത്. എന്താ പറയാത്ത ആർക്കും കുപ്പി കേൾക്കാൻ കിട്ടുന്നില്ല ഗായ്സ്. ആ അപ്പോ സായിക്കുട്ടി തോറ്റു. കഴിച്ച ഞാനും നോക്കിക്കട്ടെ. ആ കുത്തൊടുക്ക്. ആ അങ്ങോട്ടല്ല അങ്ങോട്ട്. ആ കൊണ്ടുകൊടുത്ത് അയ്യെന്ത് നമ്മള് അത് തുറന്നതാ. ആ കിട്ടിയില്ലല്ലോ. കുടിച്ചോ. എന്നിട്ട് ആ വണ്ടി കണ്ടാണാവോ? വണ്ടി ഇങ്ങോട്ടാണെങ്കിൽ ഫോൺ അടിക്കും. എന്താ എല്ലിട്ട് പൊട്ടുകയാ? അതാണോ? അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഉടനെ തന്നെ അതാ ഒരു പഴം കഴിച്ച് കഴിക്കുകയാണ് നമ്മൾ ഉണ്ണിമോൻ. പലയിടത്തും കാണിച്ചേക്കല്ലേ, ഏതായാലും ഓരോടത്തും കാണിച്ചെടുക്കുക. പംകിന് ചെറുതാക്കിയ സാധനം കഴിച്ചവർക്ക് എന്താ രസല്ലേ? ഇല പോകുന്നത് കൂടെ. എടി നമ്മള് ഇവിടേക്ക് പോകുന്നുണ്ടോ ഷബ്ന? തിരുപ്പൂർക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുത്തെ തിരുപ്പൂർ അപ്പോൾ നമ്മളെ വീട്ടിൽ ആര് പറഞ്ഞു നിങ്ങൾ തിരുപ്പൂർക്ക് എത്തിയോന്ന്? ഇവിടെ തിരുപ്പൂർ മറ്റേ ഡ്രസ്സിന്റെ ആ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ സ്ഥലത്ത് ഡ്രസ്സിന്റെ കട എന്താണെങ്കിലും അങ്ങോട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും ഉണ്ട് അവിടെ. എമ്മയും ഷെബിനും ഞാനും എൻ്റെ മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ നടന്നിട്ടാണ് പോകേണ്ടത്. അങ്ങനെ നടന്നു പോലെ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. എടാ സ്ഥലം ഓർമ്മ എനിക്ക് സായിക്കുട്ടിടാ അങ്ങോട്ടൊക്കെ വലത്തോട്ട്. അതേ സ്ഥലം സ്കൂളോ പോണ്ടേ? ഓ ഇവിടെ ഞങ്ങൾക്കൊരു ഉണ്ണിമോനുണ്ട്, ഫുൾ ഫ്രഷ് ആണ്. അങ്ങനെ നമ്മൾ നടന്ന് എല്ലാവരും കൂടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് ആദ്യം പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അവിടെയാണ് ബോയ്സിൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻസിലാണ് കേട്ടോ. ഉണ്ണിമോൾക്ക് 2 ട്രൗസർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ആ തക്കത്തിന് ഇന്നിമോൾ അവിടെ പോയിട്ട് കുറച്ച് ടീഷർട്ട്സ് തപ്പിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഇന്നിമോൾക്കും ടീഷർട്ട് പറഞ്ഞത് ഭയങ്കര വീക്ക്നെസ്സാണ്. ഞങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയ ശേഷമാണ് ഈ ടീഷർട്ടിനോടുള്ള ഒരു ആക്രാന്തം കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഷബ്ന നല്ലവണ്ണം ഇങ്ങനെ ട്രൗസേഴ്സ് തെരഞ്ഞു നോക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ സായിക്കുട്ടിനെ കാണാതായിട്ടോ. അപ്പോൾ ദൂരം നോക്കുമ്പോണ്ട് ഈ കണ്ണാടി
ഇരിക്കുന്ന സംഭവം ഇങ്ങനെ കറങ്ങുന്നത്. അപ്പം നോക്കിയപ്പോൾ നമ്മളാളന്നെ. അപ്പോൾ പിന്നെ അത് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടത് പേടിച്ചിട്ട് ഉടനടി ഞാൻ ഓനെ വേഗം പിടിച്ച് എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടോ. അതെ ഞങ്ങളെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ വില കുറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് തപ്പിയൊക്കെ പക്ഷെ ഇതിന് നല്ല വില ഓടി നിനക്ക് ഈ ദിവസം വേണ്ട ഇഷ്ടപ്പെട്ടാ ഓടി എടാ ഉജാല പിന്നെ മുക്കണ്ട അവിടെ വെച്ചാളെ ഇന്നിമോളെ കണ്ടടാ ഇന്നിമോൾക്കെന്ത് കണ്ടടാ പരീക്ഷിക്കണോ ഒന്ന് തിരിഞ്ഞ നോക്കട്ടെ ഉണ്ണിമോൻ കണ്ടോക്കട്ടെ എടാ നോക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ കിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന അതെ കളിച്ച വാ കൊള്ളാം. ഇനി നോക്കാൻ സഹായിച്ചു ഇത്ര കാഴ്ചക്ക് ഞാനൊരു പൈസ അവിടെ രണ്ട് ചെക്കന്മാരുണ്ടെന്നല്ലോ അവിടെ ഉണ്ടാവില്ല എവിടെ പോകില്ല ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി. ഇതാ രസമുണ്ട്. അതിന് ഷാള് വേണ്ട നിങ്ങൾക്ക്? ഇപ്പോഴും ഞാൻ തീരെ നിക്ക് തോന്നുന്നില്ല. കൊറേ നേരം അവള് തുടങ്ങിയിട്ട് എല്ലാം പറ്റിയത് വെച്ചതല്ലോ അതേക്കോട്ടെ കയറുന്നു. അമ്മ ഇവിടെ ഇരിപ്പടം ഉറപ്പിച്ചു. ഈ മാക്സി മൊത്തം മിക്കവാറും അമ്മ വലിച്ചിടിപ്പിക്കും. അതെ ഷെബിന് എല്ലാരോടും ഒരു കവർ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്യാമറ പിടിക്കണം. ഞങ്ങൾ കുളിക്കണ സോപ്പ് മേടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കുടുംബസമേതം. വേണ്ട വേറെ സോപ്പാക്കാം. വേറെ സോപ്പാക്കാം. എന്തൊക്കെ 20 രൂപ എന്ത് അല്ല ഈ വില 30 രൂപ. ആണോ? ഇതൊന്ന് പഠിക്കാൻ കുടിക്കാനല്ലേ പറഞ്ഞത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. 5, 10, 15, 25, 35. നമ്മളങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ചുകൂടി റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടാക്കി എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചെക്കന്മാരൊക്കെ ഒന്ന് മേലെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ സിറ്റൗട്ടിൽ നിന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കല്. ഷെബിന് വന്ന ശേഷം ഞങ്ങൾ വീടിൻ്റെ അകം കണ്ടിട്ടില്ല, ഓൺലി സിറ്റൗട്ട് വിട്ടൊരു കളിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങി. അങ്ങനെ നേരം വെളുത്തു. ഷെബിന് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉണ്ണിക്കുട്ടഞ്ചി പോവാ. അമ്മ രാവിലെ എഴുന്നേറ്റ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ ഷെബിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഷെബിന് സ്കൂട്ടിമേലാണ് പോണത്. അപ്പോൾ രാവിലത്തെ ട്രാഫിക് ഭയന്നിട്ടാണ് രാവിലെ പോകുന്നത്. ഇനി എന്ന് മറ്റേ ഷെബിന് നല്ല ഭയങ്കരമായ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി ചീറി പാഞ്ഞിച്ച് വരിക. ആ അപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി ചീറി പാഞ്ഞി വരും. ആ മതിയോ? കുറച്ചുകൂടി എടുത്തോ അത് പൂട്ടിക്കോ. അതെ ഇവിടെ അത്ര പേരൊന്നും കഴിക്കൊന്നുമില്ല. ജീജൊന്നും കഴിക്കൂല. നിനക്ക് അവിടെ ഇങ്ങനെ റൂമിൽ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാലോ. എവിടെ സായിക്കുട്ടി? ആ നീറ്റോ? സോറി. ഞാൻ രണ്ടുപേര് ഇപ്പൊ പോയപ്പോ ഇങ്ങനെ പോയി. അമ്മായി റൈഡറുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്.
ഇങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട്. അങ്ങനെ 2 ദിവസത്തെ അവധിക്ക് വന്ന ശേഷം ഷെബിന തിരിച്ചു പോവുകയാണ്. ആളെന്തായാലും സ്കൂട്ടിയൊക്കെ പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് സ്കൂട്ടിയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇനി വരവ് പോക്കൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. അവൾ പോകുമ്പോൾ ശരിക്കും ഞങ്ങൾക്കും വിഷമമാണ്. കാരണം അവളുണ്ടാകുമ്പോൾ ഒരു വീട്ടിലൊരു ജീവനുള്ള പോലെ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് കളിയും ചിരി വർത്തമാനമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. ഇനി അടുത്ത ഓളെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാനും ഉടനെ വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.